ജെൻസി കാലമാണല്ലോ ഇപ്പം, അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഈ പൂക്കി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സത്യം പറഞ്ഞാൽ ഇപ്പഴാ ഞാൻ പൂക്കി അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. വെറുതെ ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കരുത്. ഞാൻ പൂക്കിന്ന് കേട്ടിട്ടുണ്ട്, ഇത് ഞാൻ കേട്ടിട്ടില്ല. ഈ പൂക്കി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പൂക്കിയാണെന്ന് അറിയോ? അതായത് ക്യൂട്ട് എന്നാ പറയാ. അത് ചാണ്ടിയമ്മൻ ക്യൂട്ട് ആകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, ജെൻസി ആകാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഈ വെള്ളം തന്നെയാണ് ഓക്കെ ആണ്. അല്ല, ഞാൻ ശ്രദ്ധിച്ചല്ലേ, ഇപ്പൊ എല്ലാവരും ഈ വഴിക്ക് നടന്നു പോകുമ്പോ ചാണ്ടിയമ്മ ഈ സൈഡിൽ കൂടെ നടന്നു പോകണാണ്. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിന്റെ കഥയാണ്. ഓ അങ്ങനെ. ഒരു കസേര എടുത്തിട്ട് ആ താമസിക്കുന്നതിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടിട്ടിട്ട് ഇരിക്കുന്നു. അത് ഉമ്മൻചാണ്ടിയുടെ മകനാണ്. കെ കരുണാകരനെ വെള്ളം കുടിപ്പിച്ചിട്ടുള്ളതാണ്. ഏക്കാന്റിനെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അത് ഇവർ അംഗീകരിക്കുന്നില്ലെങ്കിലും യാഥാർത്ഥ്യമാവാം. ഇങ്ങനെ രാഷ്ട്രീയത്തിൽ ഇത് പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും, അതായത് രണ്ടു പക്ഷത്തെയും ആളുകൾ ഒരുപോലെ വെള്ളം കുടിപ്പിച്ചുള്ള മകന് അത്യാവശ്യ അഭ്യാസം കയ്യിലുണ്ടാവുമല്ലോ. ഈ വെള്ളം കുടിപ്പിച്ച കഥ പറയുമ്പോൾ ഈ ഭക്ഷണ കാര്യത്തിൽ എങ്ങനെയാ താല്പര്യം? അല്ല, ഞാന് സ്വാഭാവികമായിട്ടും കാരണം പ്രത്യേകിച്ച് ഇപ്പം MLA ആയതിനു ശേഷം പുതുപ്പള്ളി തന്നെ താമസം, അവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ ആരും ഇല്ല. അപ്പൊ ഞാൻ പുറത്തുനിന്ന് ഫുൾ ടൈം കഴിക്കുന്നത്. അപ്പൊ എന്തായാലും കഴിക്കും. ഈ വ്യത്യസ്തമായ വഴികൾ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഈ ബുദ്ധി ഈ സ്വന്തം ഈ തലയിൽ വരുന്നതിനാണോ അതോ വേറെ എന്തെങ്കിലും സാധനങ്ങൾ വരുന്നതാണോ? ഞാൻ നേരത്തെ പറഞ്ഞത്, അവിടെ ഒരു സമരം നടക്കുന്നു. ഒരു കസേര എടുത്തിട്ട് സ്വന്തം ഓഫീസ് വീടിന്റെ മുൻപിൽ ഒരു കസേര എടുക്കുമ്പോ ആ ശ്രദ്ധ മുഴുവൻ അവിടേക്ക് വരുന്നു. ഈ തന്ത്രം എവിടെ നിന്നാ പഠിച്ചത്? അച്ഛനിൽ ഫാദറിൽ നിന്നാണോ അതോ മറ്റേ? അതൊരു തന്ത്രമല്ല, അതൊരു പ്രതിഷേധമായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഒരു പരിധി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളത് നമുക്ക് ആ സെക്കൻഡിലെടുത്ത് തീരുമാനമാണ്. കാരണം ഞങ്ങളുടെ നാട്ടിലൂടെ പോകുമ്പോൾ അവിടെ ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറിനെ ജയിലിലാക്കുന്നു, എന്റെ വീട്ടിലോട്ട് വന്ന ആൾക്കാരെ തടയുന്നു. അതുകൊണ്ടാണ് അന്ന് ആ പ്രതിഷേധം അങ്ങനെ എടുത്തത്.